ഫ്ലെക്സാ എലി സിറ്റിയിലുണ്ട് എനിക്ക് ഫ്ലെക്സ് ചെയ്യാൻ മാത്രം സിറ്റിയിൽ എന്താണ് നടന്നത്? അവസാനം ദോഷമാണ് അവളുടെ അടുത്ത് പോയി പുഴുക്കട്ട് വരിച്ച മനസ്സിലായ എലിയുടെ അടുത്ത്. അണ്ണാ അണ്ണന്റെ ബെസ്റ്റ് ഫ്രണ്ട് എലി എടുത്ത് വെക്കാൻ സ്കൂളൊക്കെ അടച്ച് നല്ല പൈസ കാണൂല്ലോ അണ്ണാ. അല്ലേ ഇല്ലേ കോച്ച് എലി സ്കൂളെല്ലാം നടത്തി നമ്മളെ കാത്തിരിക്കണ കേട്ടുപാറ്. എന്താടാ എന്താ കേട്ടില്ല അണ്ണാ എലിയുടെ പൂത്ത പൈസയെന്ന് പറഞ്ഞ സ്കൂളൊക്കെ നടത്തി ഭയങ്കര പൈസയെന്ന് പറഞ്ഞേ. എലിയൊന്ന് വിളിച്ചു നോക്കണേ. ശരിയാക്കി തരാം. ഇവിടെ നിങ്ങൾക്കറിയാം എൻ്റെ കയ്യിൽ എത്ര രൂപ ആണെന്ന് വെച്ചാൽ ഒരു മനുഷ്യനോട് നിങ്ങൾ പറയാതെ. എൻ്റെ സ്ഥിരം ലൈവ് ആണെന്നവരാണെങ്കിൽ ദൈവത്തെ ഓർത്ത് എവിടെ പോയാലും എലി റിച്ച എലിയുടെ കൈ പൂത്ത കാശാന്ന് പറഞ്ഞത് കേട്ടല്ല. ഒരു കാരണവശാൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതെന്ന് ആരും അറിയരുത്, ഒരു മനുഷ്യർ അറിയരുത്, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നല്ലൊരു ആവശ്യമുള്ളപ്പോ ഞാൻ കണ്ടത് ഞാൻ കുറച്ച് ഡിമാൻഡ് ഇട്ടേനെ ഒന്ന് നശിക്കാൻ ഫ്ലെക്സ് ചെയ്യാനുള്ള സമയമായിരുന്നു. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം. എന്റെ ഫ്രണ്ട് സോറി അത് എന്തിനു വർത്താനോടാ നീയൊക്കെ എലിയെ പറ്റി പറഞ്ഞത്? അവള് ആളെ കണ്ട് ചങ്ക് പൊട്ടി ചാവൂലേ? മുടിഞ്ഞു പോകണം. എങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു മനസ്സാഴ്ച ഇല്ലാത്തവനെ കമന്റ് ഇട്ട നാറി ആറാക്കട്ടെ. നമ്മുടെ കൈ കാശുണ്ടെന്നെങ്കിൽ മെക്കാർട്ടൂൺസിൽ നീയാണോടോ അത് പറഞ്ഞത്? അലവലാതി. ചന്ദ്രൻ നമ്പർ അറിയാം. പിന്നെ എത്ര നാളായിട്ട് നമ്മള് ചന്ദ്രൻ നമ്പർ ഇത് സൂര്യയുടെ നമ്പരാ. ഹലോ முண்டா உதா அப்பாவோட போன் நம்பர் தானே உன் கையில எப்படி போன் வந்துருச்சு? இல்ல இல்ல இது 02 என்னோட நம்பர், அப்பா நம்பர் 01. ஓ ஓ இது பெரியப்பா பேசுறதா? வாசு பெரியப்பா பெரியப்பா என்கிட்ட இப்ப 90 சிஆர் இருக்கு, 91 சிஆர் இருக்கு. 91 சிஆர் இருக்கா? ஆமா எங்க இருக்கீங்க? நான் வந்து கையில குடுக்குறேன். சக்குனு வாவே நீங்க வந்து முதுக்கிலேக்கு வாடா மோனே. அண்ணன் இங்க வா வேகம் வா. ഓക്കേ അവന്റെ ആവേശം കണ്ടാ? ചോദിച്ച 10 രൂപ തിരിച്ച് തരത്ത് നാറിയാണ്. അപ്പന്റെ പമ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അവന്റെ ആവേശം കണ്ടവന്റെ. ഇത് ചന്ദ്രൻ ഉണ്ടായത് തന്നെയാണോ? ഞാൻ വെച്ചത് സമയത്തായിട്ട് കൊണ്ടുവന്നത്. ഇതല്ല കേട്ടോ, അല്ല ഇത് അങ്ങനല്ല. അവന് ഇനി ആരോട് ചോദിക്കും, ആര് വിളിക്കും? മോനെ இந்த சிட்டில എലി இருக்கா? എലി പെരുമാ ഇല്ല. ഇന്ന് വന്നിട്ടില്ലേ? വരല വിളിച്ചു നോക്കട്ടുമാ മെയിൽ പോട്ട്? ഇല്ല ഇതിപ്പോ വല്ല ബാംഗ്ലൂർ ഏതെങ്കിലും ഹോട്ടലില് ഫുഡ് ട്രൈ ചെയ്യാൻ പോയതായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ടേരെ. എടാ ഇതെന്താ സംഭവിച്ചെന്നറിയാം? നശിക്കാൻ എനിക്ക് അന്ന് മറ്റേ മൂഡ് സ്വിംഗ് ആയിരുന്നു. ഞാൻ കോപ്പ് ലൈവ് ഇടണ്ട, ഞാൻ അന്ന് ലൈവ് ഇട്ടതുമില്ല, സിറ്റിയിലും കയറിയില്ല. സാധാരണ ലൈവ് ഇല്ലെങ്കിലും ഇപ്പൊ സിറ്റി കയറി ഇപ്പൊ കുത്തിയിരിക്കുന്നതാണ് എവിടെയെങ്കിലും ബസ്സൊക്കെ ഓടിച്ച് കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നശിക്കാൻ ഞാൻ അന്ന് ഇല്ലെങ്കിൽ എന്റെ ഫ്ലെക്സിങ് എന്റെ കൈ 10 വയസ്സിലൊന്നും ഇവർക്ക് ആർക്കും അറിയത്തില്ല, നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ദൈവത്തോട് നിങ്ങൾ അവിടെ ആരും പോയി പറയരുത് എന്റെ കാശില്ല എന്നുള്ള കാര്യം. ആരും ചോദിച്ചാൽ 1200 കോടി ഉണ്ടെന്ന് പറയുക കേട്ടാ. ഇത് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചായിട്ട് തോന്നുകയും ചെയ്യരുത് വേറൊരാളുടെ ചാറ്റിൽ പോകുമ്പോൾ. എലിയുടെ കയ്യിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1200 കോടി ഉണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതുപോലെ ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഫ്ലെക്സ് അപ്പോഴത്തേന് ഞാൻ 1200 കോടി അങ്ങ് എത്തിക്കും. ഇപ്പൊ 100 കോടി തികച്ചില്ല.
உங்கள் டூத்பேஸ்ட் முடிந்துவிட்டால் இந்த 4 விஷயங்களை கண்டிப்பாக நீங்கள் செய்யக்கூடாது. உங்கள் வீட்டில் உள்ள இஞ்சி பூண்டு பேஸ்டில் பல்லு விளக்க கூடாது. உங்கள் வீட்டில் நேத்து நைட் மிஞ்சு போன தேங்காய் சட்னி வைத்தும் பல்லு விளக்க கூடாது. விக்ஸ் அல்லது டைகர் பாம் யூஸ் பண்ணியும் பல்லு விளக்க கூடாது. உங்கள் டூத்பேஸ்ட் முடிந்ததற்கு டிஎம்கே தான் காரணம் என்றும் சொல்லக்கூடாது. എന്ത് മാങ്ങയാണത്? DMK. ഡേ. എടാ എന്താണ് പാർട്ടി അല്ലേ ഇത്? ആ പാർട്ടി അല്ലേ DMK എന്ന് പറയും. എനിക്ക് മനസ്സിലായില്ല. വിക്സ് ഇട്ടാൽ പല്ല് തേക്കുന്ന മഹാൻ എനിക്കൊന്ന് കാണാം. എടാ പല്ല് തേക്ക് കൂടാതെന്നാ സൈക്കോമേഴ്സി പറഞ്ഞേ. ഇല്ല. ബൈ ബൈ സീ യു ബേബി. എന്ത് തേങ്ങ? ബൈ ബൈ സീ യു ബേബി. അവ എന്തിനാ സൈഡിലിരുന്നത്? സത്യല്ലേ, ഞാനൊക്കെ പറയത്തില്ലേ എനിക്കൊക്കെ ഭയങ്കര മൂഡ് സ്വിങ്സ് ആണ്. നമ്മൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറയാം, സായിപ്പിനെ എടുത്തൊന്ന് നോക്കണം. സായിപ്പിന്റെ നമുക്കാണ് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സ് എന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് സായിപ്പിന്റെ പബ്ജിയുടെ ലൈവ്, BGMI ലൈവ് ഒന്ന് കണ്ടാൽ മാത്രം മതി. അപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ഇല്ലടാ, നമ്മൾക്ക് നോർമലാ, നമുക്ക് ഒരു മൂഡ് സ്വിങ്സും ഇല്ലാന്ന്. അങ്ങനെ അങ്ങ് വിചാരിച്ച് നമ്മൾ ജീവിക്കും. അപ്പം നമുക്കൊരു ആശ്വാസം കിട്ടും. അതാണ് നമ്മുടെ ജീവിതം, മനസ്സിലായ? എന്ത് മാങ്ങയാടാ ഇത്? ഇത് തേങ്ങ ഇപ്പൊ ഞാൻ കണ്ടേ. ഇലക്ട്രോൺ കണ്ടുപിടിച്ചതാര്? എന്റെ കുഞ്ഞമ്മയാണ് സത്യം. ഈ സാധനം കാണാതായ ക്ലാസ്സിലൊരു നാറി എന്നോട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എക്സാമിന് എഴുതി കൊടുക്കുന്നത്. എഡ്സൺ കണ്ടുപിടിച്ച ബൾബിനെ കുറിച്ച് വിവരിക്കുക. സോറി ടീച്ചർ, എഡ്സന്റെ അപ്പനും എന്റെ അപ്പനും കട്ടക്കലിപ്പിലാണ്, അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാൻ സമ്മതിക്കത്തില്ലെന്ന്. മൂലകങ്ങൾ എന്നാൽ എന്ത്? എത്ര വിധം? എന്റെ നക്ഷത്രം ഇതാണെന്നറിഞ്ഞ് വെച്ചിട്ട് എന്നോട് ഈ ചതി വേണ്ടായിരുന്നു ടീച്ചർ. ടീച്ചർ എന്റെ ഗുണ്ടുകാടുള്ള മാമി എന്തിനാ ഗുണ്ടുകാടുള്ള മാമിയുടെ സ്ഥാനത്താണ്. അയ്യേ, ഈ ചിഹ്നം എന്താന്ന് എനിക്കറിയത്തില്ല. എന്ന ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇഴഞ്ഞു പോകുന്ന ഒച്ച്. ചൂടുകാലമാണ്, കിട്ടിയ മുട്ടകൾ വിരിയാതെ നോക്കാൻ വീട്ടുകാരോട് പറയണം. ഇത് കാര്യം ഉണ്ടാക്കി വിടുന്നത്. എവറിത്തിങ് വാസ് ഫൈൻ അണ്ടിൽ മിനിമം ഫുഡ് കഴിക്കണം. എലി പഠിച്ച കാമക്കണ്ണനാണ്, നിനക്ക് അറിയത്തില്ല. പിന്നെ ബാബു വരുത്തി പോയെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ സന്യാസിയായിട്ട് ജീവിക്കണോ? പിന്നെ നിങ്ങളെ ഇട്ടിട്ട് പോയതല്ല, നിങ്ങൾക്ക് മറ്റേ ഫാന്റസി കഴിഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്ത്? വേറെ എന്ത് ഫാന്റസി? നിനക്കേ ബാബു, നിനക്കേ സ്വപ്നക്കൂടിനകത്ത് പൃഥ്വിരാജിനെ അറിയാവോ നിനക്ക്? അതിന്റെ ജീവിക്കുന്ന എക്സാമ്പിൾ ആണ് ഇങ്ങേര്. കണ്ടാ? ആ, ഒന്ന് ആലോചിച്ച് നോക്കിയാ മതി. ഞാനൊന്നുമല്ല. പണ്ടൊക്കെ പറഞ്ഞാൽ പിന്നത്തേക്കായിരുന്നു ദൈവം വെച്ചിരിക്കണത്. ഇപ്പൊ അങ്ങനല്ല ബാബു. ഇപ്പൊ അപ്പോഴാ സ്പോട്ടില് കള്ളം പറയുന്നവരെ തല ഇടുത്തി വിട്ടതൊക്കെ കേട്ടിട്ടില്ലേ? ഇതേ കിടക്കണ കള്ളി പന്നി കച്ചവടക്കാരൻ്റെ കൂടെ ഒളിച്ചോടിയവള്. ശരിക്കും ബ്രേക്കപ്പ് റീസൺ അതായിരുന്നു, പന്നി കച്ചവടക്കാരൻ്റെ. അവനാണല്ലോ ബ്രേക്കപ്പ് റീസൺ. ഇവളാണ് കിടക്കണ കള്ളി. അവളും ഇവരും കൂടെ പ്ലാൻ ചെയ്ത ഇതൊക്കെ. ലാസ്റ്റില് ബ്ലെയിം അല്ല എന്റെ തലയിൽ വരണത്. സത്യമല്ലേ? എന്റെ മുന്നിൽ എനിക്കറിയില്ല, എന്റെ നല്ലൊരു പയ്യനായിരുന്നു.
പന്നി കച്ചവടക്കാരുടെ ഒളിച്ചോടിപ്പോയെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നീളൊന്നും പറഞ്ഞിട്ട് അന്യ പെൺകുട്ടികളായിട്ട് കറണ്ട് ഗേൾഫ്രണ്ട് ഇല്ലല്ലോ എനിക്ക് ഗേൾഫ്രണ്ട് ഒക്കെ നമ്മള് സമയമാകുമ്പോ സെറ്റ് ചെയ്തോളാം. ഒരു നശിച്ചവനെ പ്രണയിച്ച് ഒരു കാമക്കണ്ണനായിരുന്നു പണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ തിരിച്ചറിഞ്ഞത്. ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ പന്നി പുണ്ടച്ചി അങ്ങനത്തെ ഒരുത്തനാണെന്ന്. നീയല്ലേ അപ്പൊ അവന്റെ പുറകെ പോയത്? നീയല്ലേ അപ്പൊ അവന്റെ പുറകെ പോയത്? എന്തിനു ചെയ്യാൻ പറ്റും? ഇനിയിപ്പോ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഒന്നും മിണ്ടായിരിക്കാം. ഞാൻ ചെറുക്കന്റെ പാട്ടൊന്ന് കേട്ടോണ്ടേ. പേരെന്താ കുട്ടി? പേര് നിനക്ക് പിന്നെ പറയാം. നീ അത് ഒരു റേഡിയോ കിടന്ന് പാടുന്ന കേട്ടോ. നീ അത് ഇരുന്ന് കേട്ടെ. ആര്? സുണ? പറയാൻ പറ്റാത്ത ഇതൊക്കെ കേട്ട് പോയാ ജീവിതം എന്നിട്ട് ആ തോണിയില് മുക്കിക്കൊള്ളാനല്ലേ എനിക്കറിയാം. ഞാൻ ഇവളോട് സംസാരിക്കാം. സ്പോട്ടിഫൈ പ്രീമിയം ഉണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ തീർന്നു പോയിട്ടാ. എടേ നിനക്ക് വൈകിയടാ. നിനക്കൊക്കെ ഇതൊക്കെ എന്നെ കാണിച്ചു തരുമ്പോ എന്ത് ക്രിഞ്ചല്ലേ ഇതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ട് തുപ്പുന്നതിനാണ് ഇപ്പൊ ആ മറ്റേ ഇത് വെച്ചെടുക്കട്ടെ പേര് കീഴിയുടെ ക്രിഞ്ചൊന്ന് കാണിച്ചിടങ്ങോട്ട്. ഹലോ ഹലോ ബ്ലേഡ് സുനി സ്പീക്കിംഗ്. ഹലോ ആ ബ്ലേഡ് സുനി. അതെ പറഞ്ഞോളൂ. എത്രയുണ്ട് കയ്യില്? എത്ര വേണം? ഒരു 500 കോടി. എന്ത് തരും? ഒരു മാസം. എന്ത് തരുന്ന്? എന്ന് തരുന്നല്ല, എന്ത് തരുന്ന്? എന്നെ തരാം. അതെ അതെ നിങ്ങളുടെ ശരിയും കാശുണ്ടോ? ക്യാഷ് ഉണ്ടോന്നാ? എങ്ക അപ്പാ വന്ന് പണക്കാര് തമിഴ്നാട്ടില്. ആ ഓക്കെ, കഥ കേൾക്കാൻ സമയല്ലേ. ഇപ്പം ടിവിയുടെ ഗ്യാങ് ഹൗസിന്റെ ആധാരം വെക്കാം. ഉണ്ണത്തരുന്ന് പറഞ്ഞിട്ട് എനിക്ക് ഉന്ന പോതും. എവളോ ഹൈറ്റ് ഇറക്ക്? 170. തുടക്കി എവളോ സൈസ് ഇറക്ക്? ബ്ലാക്കാ വൈറ്റാ? എന്ത് തൊടയാ? മിക്സഡ് ഹലോ മിക്സഡ് മിക്സിഡാ? അപ്പ 170 ഉണ്ണ. ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരാള് കടം ചോദിക്കുമ്പം തൊടയുടെ സൈസും തൊടയുടെ കളറും ചോദിക്കുന്നത്. അതല്ലേ പാക്കണം. അതുക്കപ്പുറം ക്യാഷ് തരണം. ഉന്നോட പേര് എന്നാ? എൻ പേര് ബ്ലേഡ് സുനി. എന്നാച്ചേ? അല്ല ഇപ്പൊ എനിക്ക് ടൈം കൊഞ്ചം ടൈം ഇല്ല, പെട്ടെന്ന് വേണമായിരുന്നു കാശ്. അപ്പൊ എങ്ക വര മുടിയും? സമയാവട്ടെ, 12 മണിക്കപ്പുറം പാക്കലാം. അല്ല 10:30 ഓപ്ഷൻ. 10:30 10:30. ഒരു വൈറ്റ് ട്രൗസറും ഒരു നിക്കർ ഇട്ട് ഞാൻ പറഞ്ഞ ഇടത്തിൽ വാ. വര മുടിയുമാ? ഇല്ല അപ്പൊ അപ്പടി വരാൻ മുടിയാത്. ഇപ്പൊ സമയമില്ല. കാശ് വന്നു കഴിഞ്ഞാ വരാം. സമയമില്ലെന്ന് ഉനക്ക് ഗൊഗ് தெரியுமா? ഗൊഗ് தெரியாது. தெரியாதா? தெரியாது. அப்ப ராங் நம்பர். അല്ല ഇവനെ പറ്റില്ല, കുഴപ്പമില്ല. അതിനെ കൊണ്ട് അതല്ലേ കൊടുക്കാൻ പറ്റുന്ന സാരല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. നീ എവിടെ തൊടയിലും മുള്ളുകമ്പിയും കെട്ടിക്കൊണ്ട് നിന്ന ഈ ചെറുക്കതോ മീനൂട്ടീന്റെ കൂടെ പോയി കേട്ടോ. അവിടെ ഫാഷൻ ഷോ, ഇവിടെ ഫാഷൻ ഷോ കാരണമാണെന്ന് തോന്നുന്നു ചെറുക്കന് വേറെ ഇപ്പൊ ഇവരോട് ക്രഷ് ഇല്ലാത്തത്. നോക്ക് അവളുടെ ഫാഷൻ ഷോ. എങ്ങനെ ഇതിനെ സ്നേഹിക്കും നോക്ക്. മുള്ളുവേലി എടുത്ത് തൊടയിൽ കെട്ടി വെച്ചേക്കുന്നു. എന്റെ തമ്പുരാനേ, നമുക്ക് ഇത്രയും ഡീസൽ ഉള്ളൂ ഇന്ന്.